ബഹുഭൂരിപക്ഷം ഓണ്ടർപ്രണേഴ്സിൻ്റെയും ഏറ്റവും വലിയ പരാതി ക്വാളിഫൈഡ് ആയിട്ടുള്ള ലീഡുകൾ ലഭിക്കുന്നില്ല എന്നതാണ്. എന്നാൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ലീഡുകൾ ലഭിക്കാൻ വേണ്ടി പല തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പെയ്ഡ് അഡ്വർടൈസിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കോണ്ടന്റ് മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, ഇങ്ങനെ പല തരത്തിലുള്ള ആക്ടിവിറ്റികൾ ഓരോരുത്തരും തങ്ങളാൽ ആവുന്ന വിധം ചെയ്യുന്നുണ്ട്. എന്നാൽ അവിടെയെല്ലാം പലപ്പോഴും പാളിച്ചകൾ സംഭവിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ സീറോ കോസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ലീഡുകളെ അട്രാക്ട് ചെയ്യാൻ സാധിക്കും. എങ്ങനെയെന്നല്ലേ പറഞ്ഞുതരാം. എൻ്റെ പേര് ആൽബിൻ. ഇതേപോലുള്ള അറിവുകൾക്ക് നിങ്ങൾ വളരെയധികം ഇൻട്രസ്റ്റ് ആണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വീഡിയോ മൊത്തം തന്നെ കാണുക. എന്നാലായിരിക്കും കുറച്ച് വ്യക്തമായിട്ടുള്ള ഐഡിയകൾ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതായത് ഗൂഗിളിൽ നിങ്ങളുടെ ബിസിനസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നതാണ് ചോദ്യം. അതായത് ഗൂഗിൾ മൈ ബിസിനസ്സിൽ നിങ്ങളുടെ ബിസിനസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നതാണ് ചോദ്യം. ഇല്ല എങ്കിൽ ഈ വീഡിയോ കണ്ട് തീരുമ്പോൾ തന്നെ നിങ്ങൾ ലിസ്റ്റ് ചെയ്യണം. എന്തുകൊണ്ടെന്നാൽ ഏതൊരു വ്യക്തിക്കും ഏതൊരു സാധനവും ആവശ്യം വന്നു കഴിഞ്ഞാൽ ആദ്യം ആ വ്യക്തി ഇന്നത്തെ കാലത്ത് ചെക്ക് ചെയ്യുന്നത് ഗൂഗിളിലാണ്. ഗൂഗിളിൽ ആ വ്യക്തി എന്താണ് സെർച്ച് ചെയ്യുന്നത്? നിങ്ങൾ എന്ത് സർവീസാണ് സെല് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് പ്രൊഡക്റ്റാണ് സെല് ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ട് ഒന്നെങ്കിൽ ആ ലൊക്കേഷൻ അല്ലെങ്കിൽ നിയർ മീ, ഇങ്ങനെയാണ് സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ ഗൂഗിൾ ആദ്യം കാണിക്കുന്നത് ആ ലൊക്കേഷനിൽ ഏതൊക്കെ ബിസിനസ്സുകളുണ്ട്, അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവർക്ക് സജസ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെ സജസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിങ്ങളുടെ ബിസിനസ്സിനെ ലിസ്റ്റ് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമായിരിക്കും നിങ്ങളുടെ ബിസിനസ് അവരിലേക്ക് സജസ്റ്റ് ചെയ്യപ്പെടുന്നത്. എന്നാൽ ഇങ്ങനെ ലിസ്റ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ട് കാര്യമില്ല. മറിച്ച് നിങ്ങളുടെ ബിസിനസ് എന്താണ്, അതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ തയ്യാറാക്കണം. അത് SEO ഫ്രണ്ട്ലിയും ആയിരിക്കണം. അതേപോലെ തന്നെ ആവശ്യമുള്ള ഫോട്ടോകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കണം. കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ നിങ്ങൾ കൊടുത്തിരിക്കണം. അതേപോലെ കൃത്യമായിട്ടുള്ള കോൺടാക്ട് നമ്പർ, മെയിൽ ID തുടങ്ങിയവയെല്ലാം തന്നെ നിങ്ങൾ കൊടുത്തിരിക്കണം. പല ഗൂഗിൾ മൈ ബിസിനസ്സിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ബിസിനസ്സുകളുടെയും അവസ്ഥ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ലൊക്കേഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും, എന്നാൽ ലൊക്കേഷൻ മാറ്റിയിട്ടുണ്ടാവില്ല. ഫോൺ നമ്പർ മാറിയിട്ടുണ്ടാവും, എന്നാൽ ഫോൺ നമ്പർ മാറ്റിയിട്ടുണ്ടാകില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടേണ്ട ക്വാളിഫൈഡ് ആയിട്ടുള്ള ലീഡുകൾ നഷ്ടപ്പെടുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എനിക്കിപ്പോൾ ഒരു ബോട്ടിൽ ആവശ്യമാണ് എങ്കിൽ, അല്ലെങ്കിൽ പെറ്റ് ബോട്ടിൽ ആവശ്യമാണെങ്കിൽ ജസ്റ്റ് ഞാൻ ഗൂഗിളിൽ കയറുന്നു. ഏത് ലൊക്കേഷനിലാണോ നിൽക്കുന്നത് അവിടെ ഞാൻ പെറ്റ് ബോട്ടിൽസ് ഹോൾസെയിലേഴ്സ് നിയർ മീ, അല്ലെങ്കിൽ മാനുഫാക്ചേഴ്സ് നിയർ മീ എന്നിങ്ങനെയായിരിക്കും സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇത് ടൈപ്പ് ചെയ്യുമ്പോൾ എനിക്ക് ആവശ്യമുള്ളത് കിട്ടണമെങ്കിൽ നിങ്ങൾ ലിസ്റ്റ് ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ എനിക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ കണക്ട് ചെയ്യപ്പെടുന്നത് വിഷമമാണ്, അറിയത്തില്ല. ഇങ്ങനെയൊരു സാഹചര്യം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലിസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിരിക്കണം. ഇത് കൂടാതെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് റിവ്യൂ, റേറ്റിംഗ്. ഇവ രണ്ടും തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യഘട്ടത്തിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി, സ്റ്റാഫ് ഇവരെ കൊണ്ട് നിങ്ങൾക്ക് റിവ്യൂ ചെയ്യിപ്പിക്കാം. എന്നാൽ അതിനുശേഷം ഓരോ കസ്റ്റമറെ കൊണ്ടും വ്യക്തമായി കൃത്യമായി നിങ്ങൾ റിവ്യൂ വാങ്ങിച്ചിരിക്കണം. ചെറിയൊരു ഡിസ്കൗണ്ട് കൊടുത്തിട്ടാണെങ്കിൽ കൂടെ. എന്തുകൊണ്ട്? നിങ്ങൾ ചെറിയൊരു ഡിസ്കൗണ്ട് കൊടുത്തിട്ട് റിവ്യൂവും റേറ്റിംഗും നിങ്ങൾ വാങ്ങിക്കുമ്പോൾ കൂടുതൽ ആൾക്കാരിലേക്ക് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈല് സജസ്റ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതുവഴി കൂടുതൽ ഓർഡറുകൾ നിങ്ങൾക്ക് ലഭിക്കും. ക്വാളിഫൈഡ് ആയിട്ടുള്ള ലീഡുകൾ അതിലൂടെ ലഭിക്കുകയും ചെയ്യും. ഒരു എക്സാമ്പിളിലൂടെ വിശദമാക്കി തരാം. വയനാട് ബേസ് ചെയ്തിട്ടുള്ള ഒരു റിസോർട്ട് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. വല്ലപ്പോഴും 1-2 ബുക്കിംഗ്, അത് ഫ്രണ്ട്സ് മുഖേനയൊക്കെയാണ് ലഭിക്കുന്നത്. കാര്യമായിട്ടുള്ള ഒന്നും ലഭിക്കുന്നില്ല. സാധാരണ സാറ്റർഡേ സൺഡേ ദിവസങ്ങളിൽ വയനാട്ടിലെ എല്ലാ റിസോർട്ടുകളും തന്നെ ഫുള്ളാണ്. എന്നാൽ ഇവിടെ മാത്രം കാലിയായി കിടക്കുകയാണ്. കാരണം അവിടെ ബുക്കിംഗ് ഒന്നും തന്നെ വരുന്നില്ല. ആദ്യഘട്ടത്തിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി സർക്കിളിൽ നിന്നും സ്റ്റാഫുകളിൽ നിന്നെല്ലാം അവിടെ റിവ്യൂ പോസ്റ്റ് ചെയ്യിപ്പിച്ചു, ഫോട്ടോകളും കാര്യങ്ങളെല്ലാം കൊടുത്തുകൊണ്ട്. അങ്ങനെ പയ്യെ പ്രൊഫൈൽ റാങ്കിങ്ങിലോട്ട് കയറി വന്നു. അപ്പോൾ തന്നെ അത്യാവശ്യം ഓർഡറുകളും അല്ലെങ്കിൽ ബുക്കിങ്ങുകളും ലഭിച്ചു തുടങ്ങി. ചെറിയൊരു ഡിസ്കൗണ്ട് കൊടുത്തു. അതിലൂടെ തന്നെ കൂടുതൽ റിവ്യൂകൾ കളക്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഇപ്പോൾ സ്ഥിരമായി ബുക്കിംഗ് ഉണ്ട്,
സ്ഥിരമായി കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നുണ്ട്. എല്ലാ ദിവസവും ഇത് ഫുള്ളാണ്. കാരണം ഇവർ ഗൂഗിൾ മൈ ബിസിനസ്സിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ്. കറക്റ്റായിട്ട് ഇവർ മോണിറ്ററിങ് ചെയ്യുന്നുണ്ട്. കറക്റ്റായിട്ട് ഓഡിയൻസിൻ്റെ കയ്യിൽ നിന്ന് റിവ്യൂവും റേറ്റിങ്ങും കളക്ട് ചെയ്യുന്നുണ്ട്. അതിലൂടെ ആ ബിസിനസ്സിനെ റാങ്കിങ് ചെയ്യാനും ഹൈ ക്വാളിറ്റി ലീഡുകൾ ലഭിക്കാനും അതിലൂടെ സെയിൽസ് ക്ലോസ് ചെയ്യാനും ഇവർക്ക് സാധിക്കുന്നുണ്ട്. 0 കോസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇനി ഇതിൻ്റെ മറ്റൊരു വശം കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങളുടെ ഗൂഗിൾ മൈ ബിസിനസ്സിൽ നെഗറ്റീവ് റിവ്യൂ വന്നു എന്നിരിക്കട്ടെ. ഈ നെഗറ്റീവ് റിവ്യൂ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമുക്കൊരിക്കലും തന്നെ ബിസിനസ് ഓണർക്കോ ഏജൻസികൾക്കോ ഒരിക്കലും ആ റിവ്യൂ ഡിലീറ്റ് ചെയ്യപ്പെടുക അസാധ്യമാണ്. എന്നാൽ അങ്ങനെ വരുന്ന സമയത്ത് റിവ്യൂ കൃത്യമായി വായിക്കുക, അതിന് പ്രോപ്പറായിട്ടുള്ള റിപ്ലൈയും കൂടെ നിങ്ങൾ കൊടുക്കണം. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇതേപോലെ ഒരു റിസോർട്ട് 11 മണിക്ക് ശേഷം കിച്ചൺ ക്ലോസ്ഡ് ആണ്. ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കത്തില്ല. എന്നാൽ 1 മണിക്ക് ശേഷം ഒരു കൂട്ടം കസ്റ്റമർ ഫുഡിന് ഓർഡർ ചെയ്തു. സ്റ്റാഫ് പറഞ്ഞു കിട്ടത്തില്ല, കാരണം സ്റ്റാഫ് മൊത്തം കിടന്നുറങ്ങിയിട്ടുണ്ട്, കിട്ടുക അസാധ്യമാണ് എന്ന് പറഞ്ഞു. എന്നാൽ അവർ പുറത്തുപോയി ശേഷം നെഗറ്റീവ് റിവ്യൂ ഇട്ടു. എന്നാൽ ഈ നെഗറ്റീവ് റിവ്യൂവിനെ പോസിറ്റീവ് ആക്കാൻ പഠിച്ചിരിക്കണം. കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ റിപ്ലൈ ആയിട്ട് കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായും നെഗറ്റീവ് റിവ്യൂ വായിച്ച ഒരു വ്യക്തി അതിൻ്റെ റിപ്ലൈയും കൂടെ വായിക്കുമ്പോൾ ആ നെഗറ്റിവിറ്റിയെ പോസിറ്റീവ് ആക്കാൻ സാധിക്കുന്നുണ്ട്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ കൃത്യമായിട്ടുള്ള സർവീസുകൾ കൊടുക്കുക, അതിലൂടെ കൃത്യമായിട്ട് പോസിറ്റീവായിട്ടുള്ള റിവ്യൂ വാങ്ങിക്കുക, അതിലൂടെ 0 കോസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് സ്ഥിരമായി ലീഡുകൾ ലഭിക്കാനുള്ള സാധ്യത ഇതിലൂടെ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. വീഡിയോ ഉപകാരമെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.